നടക്കാറുണ്ടോ കണ്ണോടച്ച്? ഒത്തിരി സന്തോഷവും അതോടൊപ്പം സമാധാനവും തരുന്നൊരു വാർത്തയിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാനുള്ളത് പത്തനാപുരം ഗാന്ധി ഭവനിലാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് ഒരു അമ്മയും മകനെയും ആംബുലൻസിൽ കയറ്റി എങ്ങോട്ടേക്കോ കൊണ്ടുപോകുന്നതായിട്ട് ഞങ്ങൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ അവരെക്കുറിച്ച് അന്വേഷിച്ചു. പിന്നാലെ ഞങ്ങൾ എത്തിയത് ഗാന്ധി ഭവനിൽ. ഇന്നിപ്പോൾ ഈ ഗാന്ധി ഭവനിൽ കൊണ്ടുവന്നിട്ടുള്ള കുടുംബം എന്ന് പറയുമ്പോൾ അമ്മയും മകനുമുണ്ട്. രണ്ടുപേരുടെയും സ്ഥലം കുന്നത്തൂർ പഞ്ചായത്തിലെ ഐവറുകാലി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആണ് അവർ താമസിക്കുന്നത്. അവരുടെ വീട് അവിടെയാണ്. ഈ അമ്മയ്ക്ക് അവരുടെ അച്ഛൻ മരിച്ചു പോയതാണ്. അമ്മയ്ക്ക് 2 മക്കളാണുള്ളത്. അതിൽ മൂത്ത ആളാണ് ഇന്ന് ഗാന്ധി ഭവനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇളയാൾ ജന്മന അന്ധനാണ്. അയാളെ ചെറുപ്പകാലത്തെ മലപ്പുറത്തുള്ള ഈ അന്ധന്മാരുടെ ഒരു അനാഥ മന്ദിരത്തിൽ താമസിപ്പിക്കുകയാണ്. പിന്നെയുള്ള ഈ മകനും അമ്മയും വേറെ ആരും സംരക്ഷിക്കാനില്ല. അടുത്ത സമയത്ത് മകന് ഒരു പരിക്ക് പറ്റി താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. ഇപ്പോൾ അസുഖം കുറേയൊക്കെ ഭേദമായിട്ടുണ്ട്. തുടർന്ന് അവർക്ക് രണ്ടുപേർക്കും അവരെ സംരക്ഷിക്കാനൊന്നും ആളില്ല. ആശുപത്രിയിൽ തന്നെ നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടി ബന്ധുക്കളെന്ന് പറയുമ്പോൾ അടുത്ത ബന്ധുക്കളാരുമില്ല, അകന്ന ബന്ധുക്കളും പിന്നെ നാട്ടുകാരും എല്ലാവരോടും സഹായിച്ച് അതിൻ്റെ ചിലവുകളൊക്കെ വഹിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഗാന്ധി ഭവനുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധി ഭവനിലെ അതിൻ്റെ സമരായ സാറിനെയും അതുപോലെ അതിൻ്റെ മറ്റു ഭാരവാഹികളെയൊക്കെ കണ്ട് അവരോട് ഈ വിവരങ്ങളൊക്കെ ധരിപ്പിച്ചപ്പോൾ ഇവരെ ഈ കുടുംബത്തെ ഏറ്റെടുക്കാമെന്ന് സമ്മതിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇന്നിപ്പോൾ അവിടെ കൊണ്ടുവന്നു. ഇനി തുടർന്ന് സമരായൻ സാറ് അവരുടെ സംരക്ഷണം ഏറ്റെടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊട്ടാരക്കര ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലെ ചികിത്സയുടെയൊക്കെ പരിധി കഴിഞ്ഞാണ് പ്രിയപ്പെട്ട അനിൽകുമാറിനെയും അമ്മ ദേവകി അമ്മയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അനിൽകുമാർ മാനസികമായ പ്രയാസങ്ങളുണ്ടായിരുന്നു. ഇതിനിടയിലുണ്ടായ വീഴ്ചയിൽ നട്ടെല്ല് തകർന്നു പൂർണ്ണമായും കിടപ്പാണ്. സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അമ്മയുടെ പ്രായവും പ്രയാസവും ഒക്കെ വളരെ വലുതാണ്. അമ്മ മോനെ ശുശ്രൂഷിച്ചുകൊണ്ട് രണ്ടുപേരും രോഗികളാണ്. കഴിയവെയാണ് ഇവരുടെ പ്രയാസകരമായ അവസ്ഥ ഗാന്ധി ഭവൻ അറിയുന്നത്. ഗാന്ധി ഭവൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ ഒ വാസുദേവൻ സാറ് ഇടപെട്ടാണ് അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള അവസരമായത്. കൊട്ടാരക്കര SNDP യൂണിയൻ്റെ ഭാരവാഹികൾ, പ്രവർത്തകർ, പ്രത്യേകിച്ച് ഗാന്ധി ഭവൻ്റെ ഒരു സഹോദരന് തുല്യനായിട്ടുള്ള ശ്രീ അനിൽകുമാർ അടക്കമുള്ളവരുടെ സാന്നിധ്യം, SNDP ശാഖാ പ്രവർത്തകർ, കൊട്ടാരക്കര നഗരസഭ ചെയർമാൻ ശ്രീ ഉണ്ണികൃഷ്ണപിള്ള അടക്കമുള്ളവരുടെ ഇടപെടലാണ് ഈ 2 പേരെ ഇന്നിവിടേക്ക് കൊണ്ടുവന്നത്. 2 പേരെ, അമ്മയും മകനെയും ഗാന്ധി ഭവൻ സ്വീകരിക്കുകയാണ്. ഏതാണ്ട് 1300-ലേറെ പേര് അധിവസിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കൂട്ടുകുടുംബമാണ് ഗാന്ധി ഭവൻ. പാലിയേറ്റീവ് മേഖലയിൽ തന്നെ 300-ലധികം പേർ പാലിയേറ്റീവ് രോഗികളായിട്ടുണ്ട്. മാനസിക അസ്വാസ്ഥ്യം വന്നവരുണ്ട്, ഭിന്നശേഷിയുള്ളവരുണ്ട്, വയോജനങ്ങൾ, കുട്ടികൾ, ക്യാൻസർ ബാധിതർ, HIV ബാധിതരൊക്കെ അടങ്ങുന്ന ഈ വലിയ കുടുംബത്തിൽ ഇന്ന് ഈ 2 പേർ കൂടി ഈ കുടുംബാംഗങ്ങളാകുകയാണ്. ഇവർ അന്തേവാസികളുള്ള കുടുംബാംഗങ്ങളാണ്. ഇവർക്ക് ആവശ്യമായ ചികിത്സ, മറ്റ് ശുശ്രൂഷകൾ എല്ലാം ഇവിടെ നൽകി ഒരു പ്രയാസവും ഉണ്ടാകാതെ അവരെ കാത്തുപരിപാലിക്കും. ഇവരെ പൂർണ്ണമായും ശ്രദ്ധിക്കുന്നതിനായി ഗാന്ധി ഭവൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും മുൻ ജില്ലാ സാമൂഹ്യനീതി ഓഫീസറുമായിട്ടുള്ള ശ്രീ ബി മോഹൻ സാറിനെ ചുമതലപ്പെടുത്തുകയാണ്. അദ്ദേഹം വേണ്ട എല്ലാ കാര്യങ്ങളും നിർവഹിക്കും. ഈ സമയത്ത് ഗാന്ധി ഭവൻ്റെ ചെയർപേഴ്സൺ ഡോക്ടർ ഷാഹിദ കമാലെ, ഗാന്ധി ഭവൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഭുവനേന്ദ്രൻ,
ഗാന്ധി ഭവൻ്റെ മാനേജിംഗ് ഡയറക്ടറും മുൻ RDM ആയിട്ടുള്ള ശ്രീ ശശികുമാർ സാറ് അടക്കമുള്ള ഗാന്ധി ഭവൻ മെഡിക്കൽ വിഭാഗത്തിൻ്റെ ചീഫുകളെല്ലാം ഈ കാര്യത്തിൽ ഇവിടെ ഒത്തുചേരുകയാണ്. എല്ലാ പരിചരണങ്ങളും നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ കൊട്ടാരക്കരയിൽ നടത്തിയ വിസ്മയ ന്യൂസ് അതിൻ്റെ പ്രവർത്തകർക്കും പ്രത്യേകമായി ഗാന്ധി ഭവൻ്റെ ഒരു സ്നേഹാദരം അറിയിക്കുന്നു. കുന്നത്തൂർ ഐവർകാല സ്വദേശിയായ ദേവകിയമ്മയും രോഗബാധിതനായ മകൻ അനിൽകുമാറിനെയും ഗാന്ധി ഭവൻ ഏറ്റെടുക്കുന്ന ഏറ്റവും മനോഹരമായ രംഗങ്ങൾക്കാണ് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചത്. ഗാന്ധി ഭവനിൽ നിന്നും ക്യാമറമാൻ അൻഷാദിനോടൊപ്പം വിസ്മയ.